ഹലോ മക്കളെ, നമ്മുടെ CUT ആപ്ലിക്കേഷൻ ഇതാ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. കുറച്ച് ഇമ്പോർട്ടന്റ് ഡേറ്റ്സും അതുപോലെ തന്നെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. അപ്പോൾ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കറിയാം, മാർച്ച് 1-ാം തീയതി ആപ്ലിക്കേഷൻ വിളിച്ച് തുടങ്ങിയിരിക്കുകയാണ്. മാർച്ച് 22 വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. 23 വരെ, അതായത് പിറ്റേ ദിവസം വരെ നിങ്ങൾക്ക് ഫീസ് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടാകും. മാർച്ച് 24, 25, 26 ഈ ഡേറ്റ്സിലായിരിക്കും കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിപ്പോയി അല്ലെങ്കിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് മാർച്ച് 24 മുതൽ 26 വരെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ വരുന്നത് എക്സാമിനേഷൻ ആണ് അല്ലെ. അപ്പോൾ എക്സാമിനേഷൻ നമുക്ക് തുടങ്ങുന്നത് മെയ് 8-നാണ്, ജൂൺ 1 വരെയാണ്. ഉള്ള വിവിധ ഡേറ്റുകളിലായിട്ടായിരിക്കും എക്സാം, കാരണം കുറെ എക്സാംസ് ഉണ്ടല്ലോ. അപ്പോൾ വിവിധ ഡേറ്റുകളിലായിരിക്കും ഈ എക്സാംസ് നടക്കുന്നത്. ഇതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഏതായിരിക്കും നിങ്ങളുടെ സിറ്റി സെന്റർ എന്നുള്ളത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ഹാൾ ടിക്കറ്റ് വരും. അപ്പൊ കറക്റ്റ് നിങ്ങളുടെ എക്സാം നടക്കുന്ന സെന്റർ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അതിനുശേഷമായിരിക്കും എക്സാംസ് ഒക്കെ ഉണ്ടാകുക. അപ്പൊ എക്സാമിന് പോകുമ്പോൾ കരുതേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. വെറും 3 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഒന്ന്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് തന്നെയാണ്. അപ്പൊ ഫോട്ടോഗ്രാഫ് വളരെ ക്ലിയർ ആയിരിക്കണം. ഒരു കാരണവശാലും ക്ലാരിറ്റിയോ ബ്ലറോ ഒന്നും ആകാൻ, ക്ലാരിറ്റി കുറഞ്ഞതോ അല്ലെങ്കിൽ ബ്ലർ ആയതോട്ടുള്ള ഇമേജ് ഒരിക്കലും നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ രീതിയിലുള്ള ഡയമെൻഷൻസ് എല്ലാം കറക്റ്റ് ആക്കിയിട്ടുള്ള അതേ പിക്സൽ സൈസിലുള്ള ഫോട്ടോഗ്രാഫ് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം ഒരിക്കൽ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും റീ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ആയിരിക്കണം നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് പറഞ്ഞിരിക്കുന്ന ഫോമാറ്റിൽ തന്നെ ആയിരിക്കണം. ഇനി PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ, നിങ്ങൾ ഫിസിക്കലി എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എല്ലാവർക്കും കോമൺ അല്ല, അത്തരം കാൻഡിഡേറ്റ്സിന് മാത്രമേ ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട കാറ്റഗറിയിൽ വരുന്നത്. ബാക്കിയെല്ലാം കോമൺ ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇനിയും ഫില്ല് ചെയ്യാതെ അല്ലെങ്കിൽ ഇനി ലാസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. കാരണം ആപ്ലിക്കേഷൻ എത്ര വേഗത്തിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നോ അത്രയും നല്ലത്. അതിനുശേഷം നിങ്ങൾ അത് പ്രിന്റ് ഔട്ട് എടുത്ത് ഒരിക്കൽ 1, 2, 3 പ്രാവശ്യം എന്ത് ചെയ്യുക, നിങ്ങൾ മാത്രമല്ല വേറെ ആരെങ്കിലും കൊടുത്ത് ഒന്ന് റീവെരിഫൈ ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ചിലപ്പോൾ നമ്മളുടെ കണ്ണിൽ പെടാത്ത മിസ്റ്റേക്സ് വേറൊരാൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെരിഫൈ ചെയ്ത് കറക്ഷൻ വിൻഡോ വരുന്ന സമയത്ത് അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് എല്ലാവരും ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് സാധിക്കുമോ അത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, bye.